ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള നാമം അർ-റഖീബ് എന്നുള്ളതാണ്. അർ-റഖീബ്, നിരീക്ഷിക്കുന്നവൻ, കാത്തിരിക്കുന്നവൻ, കാത്തു സൂക്ഷിക്കുന്നവൻ, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അർ-റഖീബ് എന്ന നാമത്തിനുള്ളത്. അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ മറഞ്ഞു പോവുകയില്ല. പടപ്പുകൾക്കുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകളുടെ ആ ഒരു മേൽനോട്ടം, അള്ളാഹുവിൻ്റെ ആ ഒരു മേൽനോട്ടവും നിരീക്ഷണവും കാത്തിരിപ്പും എല്ലായിടത്തും. നമ്മൾ ഇത് കാണില്ലേ, നിങ്ങൾ CCTV ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞില്ലേ, അതുതന്നെയാണ് അർ-റഖീബ് എന്ന് പറഞ്ഞാൽ. സദാസമയവും നമ്മളെ എന്താക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷണ ക്യാമറ. ഒരു മിനിറ്റേ. അപ്പം എല്ലാ സമയത്തും പിന്നെ അതൊരു സമയവും എന്തില്ല, അതിൽ സ്റ്റോപ്പാവില്ല, അതിനൊരു ഒഴിവില്ല. കറണ്ട് പോയാലോ പിന്നെ എന്ത് സംഭവിച്ചാലും ഈ ഒരു നിരീക്ഷണം എന്താകുന്നില്ല, നഷ്ടപ്പെടുന്നേയില്ല. അതൊരു മിസ്സാവുകയേ ചെയ്യില്ല. അള്ളാഹുവിൻ്റെ നിരീക്ഷണം എല്ലാ സമയത്തും പിന്നെ എല്ലാ അവസ്ഥയിലും ഏറ്റവും പരിപൂർണമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അർ-റഖീബ് എന്ന നാമം അള്ളാഹു ഷെയ്ഖ് നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നത്, ഹൃദയങ്ങൾ ഒളിപ്പിച്ചത് നോക്കിയറിയുന്നവനും ഓരോരുത്തരും സമ്പാദിച്ചതിന് മേൽനോട്ടം വഹിക്കുന്നവനുമാണ് അർ-റഖീബ്. നമ്മളെ ഹൃദയങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചത് പോലും അറിയും. പിന്നെ ഓരോരുത്തരും സമ്പാദിച്ചു വെച്ച എല്ലാ കാര്യത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവനുമാണ് ആര്? അർ-റഖീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുഴുവൻ സൃഷ്ടികളെയും സംരക്ഷിക്കുകയും ഏറ്റവും നല്ല വ്യവസ്ഥയിലും സമ്പൂർണ്ണ നിയന്ത്രണത്തിലും അവ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനത്രേ. പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലാണ് ഈ നാമം വന്നിട്ടുള്ളത്. സൂറത്തു നിസാ, അഹ്സാബ്, മാഇദ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബാ കുൻത അൻത റഖീബ അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ, നമ്മൾ അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൻ്റെ താഴെയാണ് നമ്മളെ ജീവിതം. നമ്മളെ സദാസമയവും അല്ലാഹു തആല നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അറിവോ കഴിവോ ഒന്നും തന്നെ എന്താകുന്നില്ല, അതിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകുന്നില്ല, മറഞ്ഞു പോകുന്നില്ല. എല്ലാ നിലക്കും അകവും പുറവും എല്ലാം ആരറിയുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രവർത്തിക്കാനും അവൻ വിരോധിച്ചത് കൈയൊഴിയാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതാകണം നമ്മൾ അല്ലേ. എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ, യാ അയ്യുഹന്നാസു തഖൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അപ്പോൾ എന്താ പറയുന്നത്? നമ്മളെപ്പോഴും കേൾക്കുന്നതല്ലേ, ജുമാ ഖുതുബകളിലൊക്കെ പറയുന്ന ഒരു തഖ്വ കൊണ്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു ആയത്താണ്. ഇവിടെ എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുവിൻ, സൂക്ഷ്മത പാലിക്കുവിൻ, റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ സൃഷ്ടിച്ച അല്ലേ, ഒരേ ഒരു നഫ്സിൽ നിന്ന്, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച, അതിൽ നിന്ന് തന്നെ അല്ലേ, വഖലഖ മിൻഹാ സൗജഹാ, അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ച, വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അവരിൽ ഇരുവരിൽ നിന്ന് ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയും, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. പിന്നെന്താ പറയുന്നത്?
നിങ്ങൾ ഏതൊരു അള്ളാഹുവിൻ്റെ പേരിലാണോ നിങ്ങൾ പരസ്പരം അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, അവനെയും നിങ്ങൾ എന്താക്കുക, സൂക്ഷിക്കുക. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ ഈ ഒരു ആയത്തിൻ്റെ പോട്ടെ. അപ്പം ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, റഖീബ് എന്നാൽ സംരക്ഷകനും നിങ്ങളുടെ കർമ്മങ്ങൾ തിട്ടപ്പെടുത്തുന്നവനും കുടുംബ ബന്ധങ്ങളുടെ പവിത്രത നിങ്ങൾ പാലിക്കുന്നതും കുടുംബബന്ധം നിങ്ങൾ ചാർത്തുന്നതും അത് മുറിക്കുന്നതും അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്നതും അന്വേഷിക്കുന്നവനുമാണ്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നവനാണ് ആര്? അള്ളാഹു. പക്ഷെ ഇതെല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മളോട് അന്വേഷിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള നിലക്ക് ഈ വിഷയത്തിലൊക്കെ നമ്മൾ എന്താക്കണം? സൂക്ഷ്മത പാലിക്കണം എന്ന് കൃത്യമായ രീതിയിൽ നമുക്ക് അള്ളാഹു തആല ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. സൂക്ഷിക്കുക, സൂക്ഷിക്കുക, സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു തആല എന്ത് പറഞ്ഞത്? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിങ്ങളെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു എന്ന്. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹ് പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരത്തിൽ ഈ ഒരു നാമത്തെ വിവരിച്ച് പറയുന്ന ഒരു ആശയം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സുകളുടെ തോന്നലുകളെയും നിരീക്ഷണങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. അപ്പോൾ ബാഹ്യമായ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ? അതായത് മനസ്സുകളുടെ തോന്നലുകളെയും നിരീക്ഷണങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. ഉള്ളിൽ തോന്നലുകളെയും നിരീക്ഷണങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പുറമേ ബാഹ്യമായ നമ്മളെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? ഖൽബിൻ്റെ ഉള്ളിലുള്ളത് അറിയണമെങ്കിൽ അത് ആർക്കേ അറിയൂ? അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അല്ലേ? വേറൊരാൾക്കും നമ്മളെ മനസ്സിനുള്ളിലുള്ളത് അറിയാൻ കഴിയൂല. അല്ലേ? ഒരാൾക്കും അറിയൂല. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു ജാഗ്രത ഉണ്ടാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ, വഅലമൂ, നിങ്ങൾ അറിയുക, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂ, അന്നല്ലാഹ യഅലമു, നിശ്ചയമായും അല്ലാഹു അറിയുന്നു, മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ മനസ്സുകളിലുള്ളത് എന്താണ് എന്ന് അല്ലാഹു അറിയുന്നു. അതുകൊണ്ട് തന്നെ ഫഹ്ദറൂ, അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താക്കണം? ജാഗ്രത പാലിക്കണം, ജാഗരൂകരാകണം, അവനെ നിങ്ങൾ ഭയപ്പെടണം. അള്ളാഹുവിൻ്റെ ഒരു മുന്നറിയിപ്പാണിത്. ഇപ്പോൾ ഏത് വിഷയത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമ്മളെപ്പോഴും അള്ളാഹു നമ്മളെ റഖീബായ അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു നിരീക്ഷണം റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കൃത്യമായ ചിന്തയോട് കൂടി തന്നെ നമ്മൾ ജീവിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാനും അവൻ്റെ വിരോധങ്ങളെ വെടിയുവാനും തീർച്ചയായും നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അടുത്തത് പറയുന്നത് അൽ മുഹീത്ത് എന്ന നാമമാണ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മുഹീത്ത് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കറിയാം അല്ലേ, യുഹീത്തൂന എന്നെല്ലാം പറയുന്നില്ലേ നമ്മൾ ആയത്തുൽ കുർസിയിലൊക്കെ വരുന്ന ആ ഒരു വാക്കാണിത് ശരിക്കും. അതായത് എല്ലാ പടപ്പുകളെയും പിന്നെ അള്ളാഹുവിൻ്റെ കഴിവ് വലയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരുവൻ്റെ അറിവാണോ മുഴുവൻ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നത് അവനാണെന്ത്? അൽ മുഹീത്തായ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇമാം അൽ ഖത്താബി റഹ്മത്തുള്ളാഹി പറയുന്നത്, ഏതൊരുവൻ്റെ കഴിവാണോ മുഴുവൻ പടപ്പുകളെയും വലയം ചെയ്തിരിക്കുന്നത് അവനത്രേ അൽ മുഹീത്ത്. അവൻ മുഴുവൻ വസ്തുക്കളെക്കുറിച്ചും പരിപൂർണമായും അറിയുന്നു. എല്ലാ വസ്തുക്കളുടെയും എണ്ണം അവൻ തിട്ടപ്പെടുത്തിയിരിക്കുന്നു. റബ്ബിന് എന്താണ്? എല്ലാ വസ്തുക്കളെക്കുറിച്ച് പരിപൂർണമായിട്ട് അറിയാം. എല്ലാ വസ്തുക്കളുടെയും എണ്ണം, സുബ്ഹാനല്ലാഹ്, ഈ എണ്ണത്തിൻ്റെ കാര്യം പറയുമ്പില്ലേ എൻ്റെ മനസ്സിൽ ചിന്ത വരുന്ന വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറയുന്നില്ലേ, മലക്കുകളുടെ എണ്ണം പറയുമ്പോൾ
കടൽ തീരത്തുള്ള മണൽത്തരികളോളം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയല്ലേ, ഈ മണൽത്തരികളെ എണ്ണാൻ തുടങ്ങിയാൽ തീരോ അല്ലേ? സുബ്ഹാനല്ലാഹ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയോ? അത് അത്രയും അതിന്റെ പോലും കണക്ക് ആരുടെ അടുത്തുണ്ട്? അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അതുപോലെ ഓരോ മരത്തിലെ ഇലകളെ കാര്യം പറയുമ്പോൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഇലകളുള്ള മരങ്ങളില്ലേ, ഈ പുളിമരം പോലത്തെ, വാഗമരം പോലുള്ള, അതിൻ്റെ എല്ലാം ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന കാര്യം ഞാനിങ്ങനെ ചിന്തിക്കും. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ റബ്ബിനെ അറിയാലേ, അള്ളാഹിന്റെ അറിവിൽ പെടാത്തതായിട്ടൊന്നുമില്ല. എല്ലാ വസ്തുക്കളുടെയും എല്ലാ കാര്യങ്ങളും പരിപൂർണമായി അറിയും. എല്ലാ വസ്തുക്കളുടെയും എണ്ണം എല്ലാം റബ്ബിന്റെ കയ്യിൽ എന്തുണ്ട്? തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഉറുമ്പിന്റെ കാര്യം എടുത്ത് നോക്ക്. 2 ദിവസം മുമ്പ് നമ്മള് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ആ ഉറുമ്പിന്റെ ചിത്രം ഒരു മനസ്സിലൊന്ന് കണ്ടു നോക്കിയിട്ടല്ലേ, അത്ര അത്രയാ കിലോമീറ്റർ എന്ന്, പിന്നെ 3 രാജ്യങ്ങളാണ് പിന്നെ കണക്ട് ചെയ്തിട്ടാണ് ആ ഉറുമ്പിന്റെ കോളനികൾ കിടക്കുന്നത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലെ? അവരുടെ പ്രവർത്തനങ്ങൾ, ഒരു ദിവസം എത്രയോ കോടിക്കണക്കിന് ഉറുമ്പുകൾ ഇങ്ങനെ അതിന്റെ പിന്നെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇപ്പം വെറും ഞാൻ ഉറുമ്പിനെ ഇങ്ങനെ നോക്കിപ്പോവും. കാരണം ഇവരിപ്പോ എന്തുകൊണ്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഗ്ലാസ്സിലെ ചില സമയത്ത് ചായന്റെ എല്ലാം അംശം ഉണ്ടാകുമ്പോൾ ഗ്ലാസ്സിൽ നിറയെ ഉറുമ്പ് വരുമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ വേഗം വെള്ളിച്ച് അതങ്ങ് ഇതാക്കിയപ്പോ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കും, പഠിച്ചോനെ, ഇവരുടെ ഒരു ലോകത്തായിരിക്കൂലേ ഇത് ഉണ്ടാകാറബേ. ഇങ്ങനെ ചിന്തിച്ചു പോകുന്നു ഓരോ സമയത്ത്. ആ ഉറുമ്പുകളുടെ എണ്ണം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടല്ലേ, നമ്മളെ വീടുകളിൽ തന്നെ നമ്മൾ എത്ര ഒരു ദിവസം എത്രയാ ഉറുമ്പുകൾ അല്ലേ. ഇതിന്റെ എല്ലാം കണക്ക് ആരുടെ കയ്യിലുണ്ട്? ഇതിന്റെ എല്ലാ കാര്യങ്ങൾ ആരുടെ കയ്യിലുണ്ട്? അള്ളാഹുവിന്റെ അടുത്തുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ അടുത്തുനിന്ന് എന്തില്ല, അതിലൊന്നും ഒരു അശ്രദ്ധയും വരുന്നില്ല. അതാ പറയുന്നത്. അൽ മുഹീത്തായ അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ ഏതൊരുവനിൽ നിന്നാണോ ഓടി രക്ഷപ്പെടാൻ നമുക്ക് കഴിയാത്തത്, അവനാണ് അൽ മുഹീത്ത്. അതായത് നമുക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയൂല, പക്ഷെ നമ്മളെ വലയം ചെയ്തിട്ടുള്ളത്, നമ്മൾ അവന്റെ ഉള്ളിലാണ്. അതായത് നമ്മളൊരു പരിധി ഉണ്ടല്ലേ, നമുക്കൊരു പരിധി ഉണ്ട് നമ്മളെ ചുറ്റും. അതായത് റബ്ബിന്റെ ഒരു വലയം നമുക്കുണ്ട്. നമ്മൾ എന്നല്ല, ഈ ദുനിയാവിലെ എല്ലാ വസ്തുക്കളെയും വലയം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വിശേഷം അത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അറിവിന്റെയും കഴിവിന്റെയും സമ്പൂർണതയിലേക്കും അശ്രദ്ധയുടെയും അശക്തതയുടെയും നിരാകരണത്തിലേക്കുമാണ് ഈ ഒരു വാക്ക് മടങ്ങുന്നത്. ഇത് 3 നിലക്കാണ് ഈ ഒരു വലയം ചെയ്യൽ ഉള്ളതെന്ന് പറയുന്നത്. ഒന്ന് പറയുന്നത് ഇഹാത്തത്തുൽ ഇൽമി, അതായത് അള്ളാഹു അറിവിനാൽ വലയം ചെയ്യുന്നത്. രണ്ടാമത്തത് കഴിവ് കൊണ്ടുള്ള വലയം. മൂന്നാമത്തത് പിന്നെ അധികാരം കൊണ്ട് വലയം ചെയ്യൽ. അപ്പം അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട് സൃഷ്ടികളെ വലയം ചെയ്തിരിക്കും പറയുമ്പോൾ, ഈ ദുനിയാവിൽ ഒന്നും തന്നെ അള്ളാഹുവിൽ നിന്നും മറഞ്ഞു പോകൂല എന്നുള്ളതാണ്. കഴിവ് കൊണ്ട് എല്ലാ നിലക്കും അള്ളാഹു എന്താക്കുന്നുണ്ട്? സൃഷ്ടികളെ വലയം ചെയ്തിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളും അല്ലെ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയൂല. അള്ളാഹുവിൻ്റെ ആധിപത്യം കൊണ്ട്, റബ്ബിൻ്റെ ആ ഒരു വലയം, അതുകൊണ്ട് തന്നെ ലോകത്ത് അള്ളാഹുവിന് ഒന്നും നഷ്ടപ്പെടാനോ അവനിൽ നിന്ന് രക്ഷപ്പെടാനോ ഒന്നുമില്ല. ഈ രൂപത്തിൽ അള്ളാഹു എല്ലാ വസ്തുക്കളെയും എല്ലാ സൃഷ്ടിജാലങ്ങളെയും എന്താക്കുന്നുണ്ട്? വലയം ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞില്ലേ, യാ മാശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്ദാരിസ് സമാവാതി വൽ അർദ് ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് പുറത്തു കടന്നു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പക്ഷം നിങ്ങൾ കടന്നു പോയിക്കൊള്ളുക. എവിടെയൊക്കെ പോകാന്, എവിടത്തേക്ക് ഓടിപ്പോകാന് അല്ലേ? ഒന്നും കഴിയൂല. എന്നാൽ ഒരു അധികാരം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ കടന്നു പോവുകയില്ല. നമുക്ക് എങ്ങോട്ട് ഓടിപ്പോകാൻ കഴിയും അല്ലേ? ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയിൽ, അങ്ങനെയല്ലേ പറയില്ല? അതുപോലെ തന്നെ നമ്മളെ അവസ്ഥ. നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു വലയത്തിൽ തന്നെ, അത് ഒരു സംരക്ഷണ വലയമാകട്ടെ അല്ലെ? അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണ വലയത്തിൽ നമുക്ക് ജീവിക്കാൻ, ഒരു എന്താ പറയുക, തിന്മകളുടെയോ പൈശാചികളുടെയോ ഒരു കടന്നുകയറ്റമില്ലാത്ത രൂപത്തിൽ പരിപൂർണമായ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ വലയത്തിൽ നമുക്ക് ജീവിക്കാൻ അത് തൗഫീഖ് തരട്ടെ. ആ ഒരു റഹ്മത്തിൻ്റെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കുള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ ഇങ്ങനെ ഒരു ഇതിലേക്കൊക്കെ സെലക്ഷൻ നമുക്ക് കിട്ടിയത്. അൽഹംദുലില്ലാ.
അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ കടത്തി കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ 8 സ്ഥലങ്ങളിൽ ഈ നാമം വന്നിട്ടുണ്ട്. സൂറത്തു നിസായിൽ, ആലിമ്രാനിൽ, അതുപോലെ ബുറൂജ്, ഫതഹ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. കാനല്ലാഹു ബികുല്ലി ഷൈഇൻ മുഹീത, ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്. അവിടെ എല്ലാം വരുന്നത് എന്താ വെച്ചാൽ അള്ളാഹു പിന്നെ എല്ലാ വസ്തുക്കളെയും വലയം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ടതാണ്. ഇത് മുന്നറിയിപ്പും താക്കീതും ഒക്കെയാണ്. പാപികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ എന്താണ്, ഇതൊരു മുന്നറിയിപ്പും താക്കീതും ഒക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ ആ ഒരു വലയം ചെയ്യൽ എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു തആല സൂറത്ത് ആലിമ്രാനിൽ പറയുന്ന ഇൻ തംസസ്കും ഹസനത്തുൻ തസുഹും വ ഇൻ തുസിബുക്കും സയ്യിഅത്തുൻ യഫ്റഹു ബിഹ. നിങ്ങൾക്ക് വല്ല നേട്ടവും ലഭിക്കുന്ന പക്ഷം അത് അവർക്ക് മനപ്രയാസമുണ്ടാക്കും. നിങ്ങൾക്ക് വല്ല ദോഷവും നേരിട്ടാൽ അവരതിൽ സന്തോഷിക്കും. അവിശ്വാസികളുടെ വിഷയം പറയുന്നത് വ ഇൻ തസ്ബിറു വ തത്തഖു ലാ യദുറുക്കും കൈദുഹും ഷൈആ. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന പക്ഷം അവരുടെ കുതന്ത്രം നിങ്ങൾക്കൊരു ഉപദ്രവം വരുത്തുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്. നിശ്ചയമായും അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ വശവും അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആള് പിന്നെ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമ്പോൾ അവർക്ക് മനപ്രയാസം ഉണ്ടാവും. നമ്മൾക്ക് പിന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലോ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. പക്ഷെ ഇത് എന്ത് തന്നെ ആയാലും പിന്നെ ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആരുടെ തീരുമാനപ്രകാരമാണിത്? എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവിലും കഴിവിലും പെടാത്തതായിട്ട് യാതൊന്നും ഇല്ല അല്ലേ. നമ്മൾ ഇപ്പം സൂറത്തുൽ ബഖറ പഠിക്കുന്ന അവരിൽ ഇപ്പം 102-ാമത്തെ ആയത്ത് നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ? അതിൽ തന്നെ ആ ഒരു വിഷയം നിങ്ങൾ ഓർത്തു നോക്കിയാട്ടെ. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ എന്നുള്ള ആ ഒരു ഇതിൽ പിന്നെ അവർക്ക് ജാലവിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ ഇല്ലാ ബിഇദ്നി അല്ലേ, അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടിയല്ലാതെ അറിവോട് കൂടിയല്ലാതെ അവിടെ കാര്യം നടക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ഇങ്ങനത്തെ ഇതിൽ പെട്ടാലും ആ ഒരു വിശ്വാസം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് അവരങ്ങനെ ചെയ്തുകൊണ്ടാണോ ഇവർ ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കോ ഇങ്ങനെ അയച്ചിട്ടുണ്ടാകുന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കേണ്ടതില്ല, ഒരു മനപ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ റബ്ബിലേക്ക് എന്താക്കുക, പൂർണ്ണമായും തവക്കുൽ ചെയ്യുക. നമ്മളെ കാര്യങ്ങൾ എല്ലാ സമയത്തും കണ്ടും കേട്ടും അറിഞ്ഞും നമ്മളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മളെ റബ്ബ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്, നമ്മളെ സമീപസ്ഥനാണ് അല്ലേ. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അത്രയും അടുത്താണ് നമ്മളെ റബ്ബ്. ആ അടുത്ത സമീപസ്ഥനായ നമ്മളെ റബ്ബ് നമ്മളെ വിളിച്ചാൽ നമ്മളെ വിളി കേൾക്കുന്ന, ഉത്തരം ചെയ്യാൻ കഴിയുന്ന, നമ്മളെ കാര്യങ്ങൾക്ക് പ്രതിവിധി നിശ്ചയിച്ച് തരാൻ കഴിയുന്ന ആ റബ്ബിനെ നമ്മൾ എന്താക്കുക, ആത്മാർത്ഥമായി നമ്മൾ വിളിക്കുക, പ്രാർത്ഥിക്കുക, നമ്മളെ ആവശ്യങ്ങൾ പറയുക, ദുആ ധാരാളമായി അധികരിപ്പിക്കുക. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല ഈമാനോടെ, നല്ല സ്ട്രോങ് ആയ ഈമാൻ, പതറിപ്പോകാത്ത തെറ്റിപ്പോകാത്ത നല്ല ഈമാൻ, നല്ല ഹൃദയത്തിൽ കടുത്ത നല്ല ഈമാൻ നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളിൽ എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ സമയത്തും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ, അള്ളാഹു സുബ്ഹാനഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിച്ച് നന്ദി കാണിക്കുന്ന നല്ല അടിമകളായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ചരിത്രങ്ങളും സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു വിചിന്തനം നടത്തിക്കൊണ്ട് ഈ ദുനിയാവിലെ ഓരോ ഖുദ്റത്തുകളിലേക്ക് നോക്കിയിട്ട് റഹ്മാനായ റബ്ബിനെ അറിഞ്ഞിട്ട് അള്ളാഹിനെ സ്നേഹിക്കാൻ, അവൻ ഇബാദത്ത് ചെയ്യാൻ, ആസ്വാദനത്തോടു കൂടി ഇബാദത്തുകൾ നിർവഹിക്കാൻ, നല്ല തഖ്വയോടുകൂടി നമസ്കാരമാകട്ടെ മറ്റേതൊരു ഇബാദത്താകട്ടെ നിർവഹിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.